പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് നമുക്ക് അറിയുമ്പോൾ തന്നെ കാണാം. എല്ലാം ഇന്ത്യൻ ആരാധകരാണ്. അവിടെ നീലക്കുപ്പായം അണിഞ്ഞ് അവരിങ്ങനെ ഒരു കടൽ പോലെ, നീലക്കടൽ പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ അവിടെ ആരാധകർ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നത്. അല്പസമയം മുൻപ് വന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശമാണ് എല്ലാവരിലും ഉള്ളത്. സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ്, അതിനെക്കുറിച്ച് മാത്രമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസർ മുഹമ്മദ് കൂടി നമ്മളൊപ്പം ചെയ്യുന്നുണ്ട്. അസർ, നമുക്കറിയേണ്ടത് ഈ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചിരിക്കുന്ന സഞ്ജു ടീമിലുണ്ട് എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് ഫാക്ടർ. മറ്റൊന്ന് ബാറ്റിംഗ് ആദ്യം ഇന്ത്യക്ക് എന്നുള്ളതാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ഒരു ചരിത്രം അതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഏറെ ജയസാധ്യതയുള്ള ഒരു പിച്ച് കൂടിയാണ്. എന്തായിരിക്കും ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിലവിലെ ഈ പിച്ചിന്റെയൊക്കെ അവസ്ഥയനുസരിച്ച് ഈ ബാറ്റിംഗ് ആദ്യം എന്നുള്ളത് ഇന്ത്യക്ക് അനുകൂലമാണോ? തീർച്ചയായും പ്രജിൻ, ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്ത്യയുടെ പ്ലേയിങ് 11 ആണ്. നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും സഞ്ജു സാംസൺ, മലയാളികളുടെ പ്രിയപ്പെട്ട ചേട്ടൻ, ഇന്ന് ആദ്യ പ്ലേയിങ് 11ലേക്ക് എത്തുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് തീർച്ചയായും സഞ്ജു തന്നെ ആയിരിക്കും ഇന്നും ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ആയിരിക്കും ഇന്ത്യക്കായി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ, അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബൂംറ ഇവരടങ്ങുന്ന 11 അംഗ സംഘമാണ് കാര്യവട്ടത്ത് ന്യൂസിലാൻഡിനെതിരായ അവസാന T20 മത്സരത്തിൽ കളിക്കുന്നത്. ഇന്ത്യ നേരത്തെ തന്നെ ഈ പരമ്പര നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ടെൻഷനുകളൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയി ഇന്ത്യക്ക് ഈ മത്സരം കളിക്കാൻ കഴിയും. മികച്ചൊരു മത്സരം, ആരാധകരാൽ തിങ്ങി നിറഞ്ഞ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മികച്ചൊരു മത്സരം കാഴ്ചവെക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. അതിൽ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇവിടെ T20 മത്സരങ്ങൾ നടന്നപ്പോഴെല്ലാം തന്നെ ഒരു സ്കോർ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും കാര്യവട്ടം സ്റ്റേഡിയം. അവിടെ ഒരു മികച്ച ഇന്നിങ്സ് സഞ്ജു സാംസൺ പുറത്തെടുക്കുകയാണെങ്കിൽ ഈ സീരീസിൽ പലപ്പോഴും സഞ്ജു സാംസണ് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് സ്വന്തം ആരാധകർക്ക് മുമ്പിൽ, സ്വന്തം കാണികൾക്ക് മുമ്പിൽ ആ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ വരുന്ന T20 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ ഊർജ്ജമായിരിക്കും നൽകുക. അങ്ങനെയാണെങ്കിൽ കൂറ്റൻ അടികൾ നമുക്ക് കാണാൻ കഴിയും. മികച്ച ഒരു ഇന്നിങ്സ് അല്ലെങ്കിൽ മികച്ചൊരു ബാറ്റിംഗ് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മികച്ചൊരു സ്കോർ ഒരുപക്ഷെ കാര്യവട്ടത്ത് ഉണ്ടായേക്കാം. മികച്ചൊരു സ്കോർ പിറക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആരാധകരെല്ലാം വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. മികച്ച ഒരു ഇന്നിങ്സ് കാണാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രജിത്, യെസ്, അസറാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അതാണ് പ്ലേയിങ് 11, പ്ലേയിങ് സ്ക്വാഡ് അതാണെന്ന കാര്യം മനസ്സിലായി. സഞ്ജു ടീമിലുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.